അതിരുകാക്കും മാമലകൾ ചുമന്നു തുടങ്ങി. കതിരോനെ കാണാൻ കടലുകൾ താണ്ടണ്ട, കന്യാകുമാരിയിൽ പോകണ്ട, നമുക്ക് ഇവിടെ കാണാം. ഇന്നിൻ്റെ പ്രഭാത കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ആദ്യം നമുക്ക് ഈ മുത്തശ്ശനെ പരിചയപ്പെടാം. ജന്മമരണങ്ങളെ നിസ്സംഗനായി നോക്കി നിൽക്കുന്ന തെക്കേത്തുടയിലെ പുളിമുത്തശ്ശൻ. ആകാശ കാഴ്ച കണ്ട് ഭൂമിയിലെ നക്ഷത്രക്കുളം, കിഴക്കാൻ തൂങ്ങായി നിൽക്കുന്ന ആകാശ നാരങ്ങകൾ, ജാതിയും നെല്ലിയും അത്തിയും അണ്ണാറക്കണ്ണന്മാരും കുറേയേറെ കിളികളും, പിന്നെ എല്ലാത്തിനും സാക്ഷിയായി മച്ചിൽ ഭഗവതിയും. വിടരുന്ന ഓരോ പൂമുട്ടും പ്രഭാതവും നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ ഒരു വലിയ ലോകമാണല്ലേ. നാളത്തെ നന്മ ഇന്നത്തെ പ്രഭാതത്തിലാണ്. എല്ലാവരുടെയും പ്രഭാതം ഒരുപോലെയാണോ? അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കുമായിരിക്കും. പക്ഷേ ഓരോരുത്തരുടെയും പ്രഭാതം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്ക് ഓരോ രീതി. ഇത് ഞങ്ങളുടെ പ്രഭാതം. അപ്പോൾ പ്രഭാത കാഴ്ചകളിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. സുപ്രഭാതം, സ്വാഗതം. ഇത് ഞങ്ങളുടെ പ്രഭാതം. പല പ്രഭാതങ്ങൾ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിൻ്റെ തുടക്കം ഓടി തന്നെ ആയാലോ? ഒരു മീറ്റയും ഒക്കെ വേണ്ടേ? ജോഗിങ്ങും യോഗയും ഒക്കെ ആദ്യം. ഒരു വ്യായാമ കടങ്കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? തുടങ്ങാൻ ഒടുക്കത്തെ മടി, നിർത്താൻ അതിലേറെ മടി എന്നായാലോ? എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും അല്ലേ? ശരിക്കും ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വ്യായാമം ചെയ്യാൻ നല്ല രസമാണ്. ഞങ്ങളുടെ പ്രഭാതം ആരംഭിക്കുന്നത് പുലർച്ചെ 5 മണിക്കാണ്. ഇപ്പോൾ ഘടികാരമില്ലാതെ തന്നെ അത് നമുക്ക് അറിയാൻ സാധിക്കും. തിരക്കുള്ള പ്രഭാതത്തിൽ ഇവരും തിരക്കിലാണ്. ആഹാരം വലിച്ചുകൊണ്ട് ഒരുവൻ മുമ്പേ, ആംബുലൻസായി മറ്റൊരുവൻ പിൻപേ. നമ്മുടെ ഓട്ടമാണോ ഈ രണ്ടാമൻ്റെ ഓട്ടത്തിന് പുറകിലുള്ള കാര്യം? അറിയില്ല കേട്ടോ. ഒരു ക്ഷമാപണം നടത്തി നമുക്കും ഇനി ആഹാര കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി അടുക്കള അംഗമാണ്. ചായ ഉണ്ടാക്കൽ, പ്രാതലുണ്ടാക്കൽ, ടിഫിൻ ഉണ്ടാക്കൽ, ഓരോരുത്തരെയും പറഞ്ഞു വിടൽ, നമ്മൾ സ്വയം ഒരുക്കൽ, അങ്ങനെ ആകെ ബഹളം. കാലത്തേക്ക് എന്തുണ്ടാക്കും എന്നുള്ള സമസ്യ എന്നും ഉണ്ട്. ഇന്നത് തക്കാളിച്ചോറിലേക്ക് ഒതുങ്ങി. കൂട്ടാനുകൾ നീക്കി വെക്കുമോ എന്നുള്ള ആശങ്കയും വേണ്ട. പച്ചക്കറികൾ സമൃദ്ധമായി നമുക്ക് ചേർക്കുകയും ചെയ്യാം. ഇനി സ്കൂളിലേക്കുള്ള യാത്രയാണ്. മിക്ക ദിവസങ്ങളിലും ഞാനും ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും മോളും തനിയെ. എല്ലാം ഒതുക്കി കാറിലിങ്ങനെ നൂണ്ട് കയറിയിരുന്ന് പ്രഭാത കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലെത്തി. ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളിങ്ങനെ ഒരാളെ പരത്തിക്കൊണ്ടിരിക്കും. അവൾ വന്നിട്ടുണ്ടോ എന്ന്. അവളിവിടെ അതിഥിയായി എത്തി വീട്ടുകാരിയായി മാറാൻ ശ്രമിക്കുന്ന ഉരുവളാണ്. അവളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് പാടിയാൽ ഇങ്ങനെ ഇരിക്കും: അവൾ പേര് റോസി അഡഡ, അവൾ സ്റ്റൈല് ഒന്നും പറയണ്ട. കാരണം ഇങ്ങനൊരു പട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണം ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. വീട്ടിൽ വന്ന് ഇങ്ങനെ ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല. ഇത് അവളുടെ ഹോട്ടലോ അല്ലെങ്കിൽ തട്ടുകടയോ ഒക്കെ ആയിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, പോവുക. ഇത് തന്നെ ആളുടെ പരിപാടി. ഇതൊക്കെ കണ്ട് അസൂയ വരുത്ത ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. വല്ലപ്പോഴും വരുന്നവർക്കൊക്കെ ഭക്ഷണം. ഇവിടെ സ്ഥിരമുണ്ടായിട്ട് ഒരു മൈൻഡുമില്ല എന്നാണ് അവൻ്റെ പരാതി. വാതിൽ കൊട്ടിയടിക്കൽ, ആട്ടിയോടിക്കൽ ഇവയൊക്കെ അതിജീവിച്ച് പുറകുവശത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണിവൻ. ഇനി പ്രഭാതത്തിൽ പ്രാർത്ഥനകളോടെ ബാക്കി ജോലികളൊക്കെ ഒതുക്കി ചായക്കപ്പുമായി വീണ്ടും പ്രകൃതിയിലേക്ക്. ഗിത്തേട്ടനും അപ്പോഴേക്കും ജോഗിങ്ങും ഒക്കെ കഴിഞ്ഞെത്തി. ഇനി പത്രവായനയും അല്ലറ ചില്ലറ കാര്യം പറച്ചിലുമൊക്കെയായി കുറച്ചു നേരം. അതിനിടയിൽ മതിലുകൾക്കപ്പുറം ഇപ്പുറമായി നിന്ന് ഒരയൽവക്ക സംഭാഷണവും കുശല പ്രശ്നവും. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാട് കയറലാണോ എന്നാണോ? അല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് മരുന്ന് ചെടികൾ ശേഖരിക്കണം. ക്ലിനിക്കിലേക്ക് ഔഷധ നിർമ്മാണത്തിനും അതുപോലെ കിഴികൾക്കും ഒക്കെയായിട്ട് കുറച്ച് മരുന്നുകൾ. മുരിങ്ങയിലയും ചെമ്പരത്തിയും തിരുതാളിയും മുക്കൂറ്റിയും കയ്യൂന്നിയും ഒക്കെ സുലഭമാണിവിടെ. മഴയത്ത് മുമ്പേ കിളികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ബുഫയുടെ സമയമാണിത്. ഇഷ്ടംപോലെ പഴങ്ങൾ എല്ലായിടവും കാണും. നെല്ലിയും അത്തിയും സപ്പോട്ടയും എല്ലാം നന്നായി പൂത്ത് കഴിച്ചു. മിക്ക പഴങ്ങളും അണ്ണാറക്കണ്ണനും കിളികളും ഒക്കെ ഭക്ഷണമാക്കി. അതിനിടയിൽ നല്ല പഴങ്ങൾ നോക്കാൻ അമ്മയും എത്തി. ഇനി നക്ഷത്രക്കുളത്തിൽ കിളികളുടെ നീരാട്ട്. അത്ര എളുപ്പമല്ല കേട്ടോ കിളികളുടെ നീരാട്ട് കാണാൻ. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്ന് അത് അറിഞ്ഞാൽ തന്നെ പറക്കും. വെയിലേറിയാൽ കുളി നടക്കില്ല, വെള്ളം ചൂടാവുമെന്നും അവയ്ക്കറിയാം. ഏറ്റവും വലിയ പാഠശാലയും ഗുരുനാഥനും പ്രകൃതി തന്നെ. കിളിപ്പെണ്ണിന്റെ കുളി കഴിഞ്ഞു.
ഇനി നമുക്ക് വമ്പനായ ഒരു കുമ്പൻ്റെ കുറുമ്പത്തരം കാണാം. കുളി കഴിഞ്ഞ് പൊട്ടികൊത്തി നിൽക്കുന്നത് പോലെ സുന്ദരനായി നിൽക്കുകയാണ് നമ്മുടെ കുറുമ്പൻ. ഇപ്പോഴിവിടെ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് പലയിടത്തു നിന്നും പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടാറുണ്ട്. വിവാഹസദ്യയുടെ ഇടവേളയിൽ ഫോട്ടോഗ്രാഫർ വരുമ്പോൾ ഇലയിൽ നിന്ന് കണ്ണെടുത്ത് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നത് പോലെ ഭക്ഷണം കഴിക്കൽ നിർത്തി നമ്മളെ നോക്കി നിൽക്കുകയാണ് അവൻ. എന്തായാലും അവനെ ഇനി അധികം ശല്യം ചെയ്യണ്ട. നമുക്ക് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ എന്തെല്ലാം ഔഷധ ചെടികളാണ് അല്ലേ? പലതും നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ ലോകത്തിൽ ഔഷധമല്ലാത്തതായി ഒന്നുമില്ലെന്നാണ് ആയുർവേദ മതം. എന്തായാലും നമ്മുടെ ചുറ്റുമുള്ള ചില നുറുങ്ങുമരുന്നുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നമുക്കിനി ചെടികളുമൊക്കെ ആയിട്ട് മുറ്റത്തെ കുറച്ച് ചെടികളും കണ്ട് വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവാം. പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾക്കും വിഭവങ്ങൾക്കും ഒന്നും കണക്കില്ല അല്ലേ? നമ്മൾ പല നിയമങ്ങളും തെറ്റിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇങ്ങനെ ചൂട് വർദ്ധിച്ചു വരുന്നതും ഈ നിയമലംഘനം കൊണ്ടാവാം അല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ചൂടേറി വരുന്നുണ്ട്. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂട് കൂടി വന്നാലോ? അത് പ്രശ്നമില്ലേ എന്നൊരു മറുചോദ്യം അറിയാതെ ഉള്ളിൽ വന്നു. അംഗരക്ഷകരായ ഈ കടലാസ് ചെടികളും കിളികളും ഒക്കെ എന്നും സന്തോഷമായിരിക്കുന്നത് കാണാൻ ഒരാഗ്രഹം. വെയിലേറ്റ് വാടി തളരാതെ അവയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാന കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒപ്പം നല്ല തെളിമയാർന്ന ആകാശവും. ആകാശം നോക്കി സമയം നോക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം അമ്മൂമ്മമാരുണ്ടായിരുന്നു അങ്ങനെ. നിങ്ങൾക്ക് കേൾക്കണോ? കറ്റയടിച്ചുകൊണ്ടും ഒക്കെ നിൽക്കുകയായിരിക്കും അവർ. അതിനിടയിൽ ആകാശത്തേക്ക് നോക്കി അയ്യോ സമയം 9:30 ആയല്ലോ, 10 മണിയായല്ലോ എന്നൊക്കെ അവർ പറഞ്ഞു കളയും. അത് കണ്ട് അന്തിച്ച് നമ്മളും. ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. സൂര്യനെയും നിഴലും ഒക്കെ നോക്കിയാവണം അവരങ്ങനെ പറയുന്നത്. എന്നാലും കൃത്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള മുത്തശ്ശിമാരും നമുക്ക് അന്യം നിന്ന് പോകുന്നുവെന്ന് തോന്നുന്നു. കാലം മാറുന്നതിനനുസരിച്ച് അമ്മൂമ്മമാരും ന്യൂജൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ പ്രഭാത ഭക്ഷണത്തിനുള്ള നേരമായി. ഇന്ന് തീന്മേശയിൽ പ്രഭാത ഭക്ഷണത്തിനൊപ്പം മുറ്റത്തു നിന്ന് പറിച്ചെടുത്ത ഒരു പഴം കൂടിയുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയൂ. സിമ്പിളാണ്, പക്ഷേ ഗുണങ്ങളേറെയുണ്ട്. എപ്പോഴും അതാണ് നല്ലത് അല്ലേ? എല്ലാ സീസണിലും നമുക്ക് കിട്ടുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള പഴങ്ങളാണ് ഏറ്റവും നല്ലത്. കടൽ താണ്ടി വരുന്നവയേക്കാളും കീടനാശിനി തെളിച്ചവയേക്കാളും ഒക്കെ മികച്ചത് നമ്മുടെ മുന്നിൽ നമ്മളറിഞ്ഞ് വളരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ്. പ്രഭാതത്തിൻ്റെ ശാന്തമായ ലോകത്തിൽ നിന്ന് ഇനി നമുക്ക് തിരക്കിൻ്റെ ലോകത്തിലേക്ക് ചേക്കേറാം. എല്ലാവരും അവരുടെ ജോലിയിലേക്ക് ഒഴുകാൻ തയ്യാറായിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ ലോകത്ത് കുറച്ച് സമയം ഞങ്ങൾക്കായി തന്ന എല്ലാ സുമനസ്സുകൾക്കും നന്ദി. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ലോകവും പ്രഭാതവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി സുപ്രഭാതം, ശുഭദിനം. ഇനി ഞാനും ക്ലിനിക്കിലേക്ക്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.